ഇതുപോലൊരു പെട്ടി എടുക്കാനുണ്ടാവോ? എങ്കിൽ ഓടി എടുത്തോണ്ട് വാ, നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ആദ്യം ഞാൻ അതിലിട്ട് വെച്ച ലോണ്ടറി ക്ലിപ്പുകളും ഭദ്രമായിട്ട് മാറ്റട്ടെ. ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോറിൻ യൂട്യൂബേഴ്സിൻ്റെയും ഡെസ്കിൽ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു സൈഡിൽ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഞാൻ എന്താണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. ചൂടാക്കി വല്ല നൈഫൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാർഡ് ബോർഡിൽ ഇതുപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതെന്തൊരു ഷേപ്പാണെന്നല്ലേ, ഞാനൊരു ഹാൻഡിലിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിച്ചത്. ഇനി ഈ കുഞ്ഞൻ ഹാൻഡിലിനെ നമ്മളെ പെട്ടിയുടെ അടുപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് വീഡിയോ കാണാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നിർത്തിപ്പോയിന്ന്. ഒരിക്കലും ഇല്ല, 10 മടങ്ങ് ശക്തിയോടെ ഞാൻ എന്താ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഈ ഇടക്കൂടെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ ഒരുമാതിരിപ്പെട്ട പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫുൾ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ആ മിനി റെഫ്രിജറേറ്റർ ഓർഗനൈസർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഇതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി എന്നാണെങ്കിൽ ഓക്കെയാണ്. എന്നാലും തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു വിജാഗിരി സെറ്റപ്പ് ഉണ്ടാക്കാം. ഒന്നുമില്ല, ഈ 2 എഡ്ജസും കൂടി സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ മാത്രം ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ഡിവൈഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു ലൈറ്റ് പിങ്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഡാർക്ക് പിങ്ക് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ പെയിൻറ്റ് ചെയ്യാതെയാണ് എനിക്ക് ഈ സാധനം കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യലാണല്ലോ അതിൻ്റെ ഒരു ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാനിരുന്നത്. ബ്രഷ് വെച്ചിട്ട് ഒരു മെന കിട്ടാത്തതുകൊണ്ട് ഞാനൊരു സ്പഞ്ചിൻ്റെ പീസ് വെച്ചിട്ടാണ് ബാക്കി പെയിൻറ്റ് ചെയ്തത്. അത്യാവശ്യം ഹറിബറിയായി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇതുണ്ടാക്കി വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.